ഇന്ന് ബലിയിടുന്ന കാര്യം നിങ്ങൾ ആരോടൊന്നും പറഞ്ഞു ഇല്ല. നന്നായി. ഒന്നാമത് കൊറോണ കാലമാണ്, ബലികർമ്മം നിർവഹിച്ചിരിക്കുക. പിന്നെ നിങ്ങളെ നിർബന്ധിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? അമ്മയുടെ ആദ്യത്തെ ആണ്ടുബലിയാ. അത് മുടങ്ങിയാൽ അമ്മയുടെ ആത്മാവിന് പുണ്യം കിട്ടില്ല. അമ്മയുടെ ആദ്യ ബലി പാവനാശത്തിടണമെന്നായിരുന്നു ആഗ്രഹം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ആയാലും മതി. മതി. ഒഴുകുന്ന വെള്ളത്തിൽ ബലികർമ്മം ചെയ്യാം, അത്രേ ഉള്ളൂ. മുഖത്തെ തുണി മാറ്റി 3 പേര് മുട്ടുകൂട്ടിയിരിക്കുക. ഇരുന്നോ, ഇരുന്നോളൂ. എന്താ ഒരു കസേര കൂടെ കൊണ്ടുവന്നാൽ മതിയായിരുന്നു. അതിനേക്കാൾ നല്ല കട്ടില കിടന്ന് വലിയിടാലോ. അമ്മ ബലി സ്വീകരിക്കണ്ടേ? വേണം. എന്നാ ഇരുന്നോളൂ. ആ കൈ തേക്കുന്ന മരുന്നും കൊണ്ട് കൊടുക്കുക. വെള്ളം ഇലയിൽ തളിച്ച് ശുദ്ധി വരുത്തുക. പടുക്കയിലെ പഴം വളരെ ചെറുതായിപ്പോയി. ഏത്തപ്പഴം വെച്ചാൽ മതിയായിരുന്നു. അതിനേക്കാൾ നല്ലത് റോബസ്റ്റ. കർമ്മത്തെ ശ്രദ്ധിക്കൂ. പൂക്കൾ കൊടുക്കും. പൂക്കൾ ഇടത് കൈയിൽ വച്ച് വലത് കൈ കൊണ്ടെടുത്ത് തലയ്ക്കുഴിഞ്ഞ് ഇലയിൽ വെക്കുക. കുട്ടി ചെയ്തു എല്ലാം കൊടുക്കാം. ആരും പോരണ്ട, എന്റെ പോന്ന പറഞ്ഞ പോലെ വരിക വരിക. ഞാനേ ഒരു ബലികർമ്മത്തില്ല, പിന്നെ വിളിക്കാം. എല്ലാം പെട്ടതായിക്കോട്ടെ. ചൂണ്ടുവിരലിന്റെയും തള്ളവിരലിന്റെ ഇടയിലൂടെ ഇലയിലേക്ക് ഒഴിക്കുക. പെട്ടെന്ന് അവിടെ ഒഴിക്കാൻ സാമ്പാറാണോ പരിപ്പാണോ? ചക്കരിശോരി. ഇവനറിയില്ല, വിദേശത്ത് ജീവിച്ചതല്ലേ, അതുകൊണ്ടാ. ഗംഗാര, ഇത് നമുക്ക് കഴിക്കാനുള്ളതല്ല, നമ്മുടെ അമ്മയുടെ വെലിച്ചോറ. അമ്മയ്ക്ക് ഈ ഉരുള ചോറ് പോരാ, ഇത്തിരി വലിയ ഉരുള തന്നെ വേണം. അല്ലേ അമ്മയ്ക്ക് സങ്കടമാവും. പട്ടിണി കിടന്നാ ഇവരെ തള്ള ചത്തത്.
ജീവിച്ചിരുന്നപ്പോ ഒരു പിടി പറ്റു കൊടുത്തിട്ടില്ല. മരിച്ചപ്പം ആനപ്പിണ്ടത്തിന്റെ വലിപ്പത്തിലുള്ള ഉരുളച്ചോറ് വേണം പോലും.